morning everyone. So ഇന്ന് ഞാനൊരു ഹാർവസ്റ്റിംഗ് അല്ല, ഞാനിന്ന് എൻ്റെ ബാക്ക് യാർഡിൽ തന്നെ എങ്ങനെയാണ് ലഞ്ച്, ഒരു ഹെൽത്തി ലഞ്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്. അത്യാവശ്യം എൻ്റെ ബാക്ക് യാർഡുള്ളത് മാക്സിമം ഞാനത് പിക്ക് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണോ ഈ ദിവസങ്ങളിൽ എൻ്റെ ലഞ്ചിന് ഉപയോഗിക്കുന്നത് അത് ഞാൻ എൻ്റെ പ്രിപ്പറേഷനും അതാണ് നിങ്ങളുടെ അടുത്ത് ഞാനിന്ന് എൻ്റെ വീഡിയോയിലൂടെ കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു സാലഡ് പോലെയാണ് ഇന്ന് എൻ്റെ ലഞ്ചിന് വേണ്ടി. ഞാൻ നോർമലി ലഞ്ചിന് ഞാൻ അതാണ് കൊണ്ടുപോകാറ്. പിന്നെ വെൽക്കം ടു മൈ വീഡിയോ. സോ ഞാനിത് ഒരെണ്ണം ഞാനിന്ന് പിക്ക് ചെയ്യാൻ പോകുന്നതാണ്. അത്യാവശ്യം വലിപ്പമുണ്ടാകും നമ്മുടെ ഗാർഡനിൽ. നമ്മളങ്ങനെ ഞാൻ എപ്പോഴും ഹാർവെസ്റ്റ് ചെയ്യില്ല, ഒരാഴ്ചയിൽ 1-2 വെച്ച് ഹാർവെസ്റ്റ് ചെയ്യും. സോ അങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ഗാർഡൻ ബെഡിൽ നിന്ന് ഉപയോഗിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുത്തത് പ്ലാന്റ് ചെയ്യുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ നമ്മൾ വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഉപയോഗിച്ചില്ലെന്നിരിക്കാം. പക്ഷേ മാക്സിമം നമ്മൾ ഗാർഡനിൽ നിന്ന് യൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് കാണാം, കോട്ടൺ ഗ്ലൗസ് ഇട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒന്ന് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം ബീറ്റ്റൂട്ടിൻ്റെ സൈസസ്. ദാറ്റ്സ് എ ബീറ്റ്റൂട്ട്. ദിസ് ഇസ് മോർ ദൻ ഇനഫ്. ഒരു ആഴ്ചത്തേക്ക് ഇത് മതി. ക്യാരറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ 2-3 ക്യാരറ്റ് ഇതിൽ നിന്ന് എടുക്കുകയാണ്. കാരണം മണ്ണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോൾ. അപ്പം ഓക്കെ, നമുക്ക് വെജിറ്റബിളായി നമ്മുടെ ഗാർഡനിൽ നിന്നുള്ള ഒരു ബീറ്റ്റൂട്ടും ക്യാരറ്റും ആയി. പിന്നെ നമ്മൾക്കൊരു ലെമൺ എടുക്കണം. നമ്മളൊരു ലെമൺ എടുത്ത് ഓറഞ്ച് പിക്ക് ചെയ്യാനാണ്. ഓറഞ്ച് പിക്ക് ചെയ്തു. ചില്ലി വേണ്ടേ, നമുക്ക് ചില്ലി പറിക്കാം. ഓക്കെ, അടുത്തത് പാസ്ലി. സോ ഇതാണ് ഹീപ്സാണ് ഇവിടെ ഞാൻ ഇവിടെയാണ് ഞാൻ മീനും ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വെള്ളം നേരെ അങ്ങ് ഇതിലോട്ട് ഇടും. അപ്പം അത് നമ്മൾ നോക്കേ വേണ്ടതിന്, അതിങ്ങനെ കാട് പോലെ വളരും. അപ്പോൾ നമ്മൾ ഒരു 2-3 പാസ്. ഇനി അടുത്തത് നമ്മുടെ ഗാർഡനിലെ ഹെർബ്സാണ്. ഹെർബ്സ് പെട്ടത് തന്നെയാണ് പാസ്ലി. സോ അടുത്തത് നമ്മളുടെ മിൻ്റ് ഉണ്ട്. ഇത് എൻ്റെ ഡിഫറെൻറ്റ് മിൻ്റാണ്. ഇതിപ്പോൾ ഒറിഗാനോ, ഒരു ചെറിയൊരു തണ്ട് ഒറിഗാനോ, അധികം വേണ്ട. ഒറിഗാനോ സ്ട്രോങ് സ്മെല്ലാണ്. സോ ഈ ഒറിഗാനോ നമ്മൾ ഒരു 2-3 ഇല നമ്മൾ സാലഡിൻ്റെ കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആരോമയാണ്. ഒരു കറി ലീവ്സ് എടുത്ത് എല്ലാം ജസ്റ്റ് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2-3 ഡേയ്സിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഇനി അടുത്തത് നമ്മൾ റോസ്മേരി, അതും അതിൻ്റെ ചെറിയൊരു ഇല എടുക്കും. ഇത് യൂറോപ്യൻസിൻ്റെ ഫേവറേറ്റ് ഒരു ഹെർബാണ് റോസ്മേരി. സോ ട്രൈ ചെയ്തോളൂ ബാക്ക് യാർഡിൽ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ കുറച്ച് റോസ്മേരി എടുക്കും നമ്മൾ. അതിൻ്റെ ടിപ്പ് ഇത് കണ്ടില്ലേ, നിങ്ങൾ വിചാരിക്കും ഈ ഗാർഡനിൽ എന്തോന്നാണ് ഈ ഉണങ്ങി ചുക്കടിച്ച് നിൽക്കണ എന്ത് സാധനം എന്ന് വിചാരിക്കും അല്ലേ. ഇതിൽ കുറേ ചുമന്ന കളറുള്ള കായകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ചുമന്ന കായകളൊക്കെ ഉണ്ട്. ഇതൊന്നും ആരും പിക്ക് ചെയ്യല്ല. പക്ഷേ ഇതാണ് ആക്ച്വലി എലിഫന്റ് ആസ്പ്രാഗസ്. വെരി എക്സ്പെൻസീവ് വെജിറ്റബിൾ ആണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെരി എക്സ്പെൻസീവ്. ഇത് വളരെ ഡ്രൈ ആയി, വിൻ്ററിൽ ഇതിങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ വെട്ടിക്കഴിഞ്ഞ് പുതിയ ഗ്രോത്ത് വരും. അതാണ് ആസ്പ്രാഗസ്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആസ്പ്രാഗസ് വലുതായി അത് ഡ്രൈ ആയി അതിലുണ്ടാവുന്നൊരു കായാണിത്. എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. തോന്നോ. സോ അതാണ് ഈ ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഉണങ്ങിയിട്ട് ഞാനത് വെട്ടി ഈ നമ്മളെ ഗാർഡനിലെ മത്സ്യമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. സോ എത്രത്തോളം നമ്മൾ പൈസ സേവ് ചെയ്തു. അതുപോലെ തന്നെ ഹെൽത്ത്, ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറും ചെയ്യാറില്ല. കാര്യം ഞാൻ വളരെ ഹോണസ്റ്റായിട്ട് പറയുകയാണ്. ഞാൻ ഇടയ്ക്ക് നമ്മൾ മെയിൻ ട്രീക്ക് മാത്രം ചിക്കൻ മെന്യൂർ അല്ലെങ്കിൽ കൗ മെന്യൂർ. ഓക്കെ, ഒരു കാര്യം കൂടി വിട്ടുപോയി. കാര്യം അതിൻ്റെ കൂടി സാലഡിൻ്റെ കൂടി ഏറ്റവും നല്ലതാണ് പൊമിഗ്രാനൈറ്റ്സ്. ഒരു പൊമിഗ്രാനൈറ്റ് കൂടി നമ്മൾ പിക്ക് ചെയ്യുക. ആ പൊമിഗ്രാനൈറ്റ് നമ്മൾ ഉപയോഗിക്കുക. ഫ്രണ്ട് യാർഡിലിരിക്കുന്ന ഒരു ഹെർബും കൂടി നമ്മൾ സാലഡിൽ ഇടാൻ വേണ്ടിയിട്ട് പിക്ക് ചെയ്യാൻ മറന്നുപോയി. അതാണ് ടാസ്മാനിയൻ പെപ്പർ. ഇപ്പം നിങ്ങൾക്കൊരു ചില്ലിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സ് ഇട്ടാൽ മതി. ഞാൻ കരുതരാം. ഇതാണ് ടാസ്മാനിയൻ പെപ്പർ. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യും. ഇത് നമ്മുടെ നല്ല പോലത്തെ ഒരു പെപ്പർ ഇതിലുണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ലീഫ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ലീഫ് നമ്മൾ മീൻ കറിയിലോ അല്ലെങ്കിൽ നല്ല ചില്ലിയാണ്. അത് പെട്ടെന്ന് ആദ്യം നമ്മൾ വായിലിടുമ്പോൾ ഒരു സ്വീറ്റ്നെസ് വരും, പിന്നെ പെട്ടെന്ന് ചില്ലിയാവും. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ സാലഡിലെ ഒരു എരിവിന് വേണ്ടി ചിക്കൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു എരിവ് കിട്ടും. അപ്പോൾ ഇതൊരു 2-3 ഇല പറിക്കുക നമ്മൾ. ഓക്കെ,
എന്നിട്ട് ചിക്കൻ കുക്ക് ചെയ്യും. ചിക്കൻ കുക്ക് ചെയ്തിട്ട് എല്ലാ വെജിറ്റബിളും, ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ നമ്മൾ ഇത് വയ്ക്കും. അപ്പോൾ അത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഏകദേശം ഒന്ന് റെഡിയാകും. അതെടുത്ത് മാറ്റി, പക്ഷേ ചിക്കൻ അവിടെ കുക്ക് ചെയ്തിട്ടേയിരിക്കും. ചിക്കൻ ഇതിൽ അത് ഇതുപോലെ തന്നെ അതും 5 മിനിറ്റ്, ഇതൊക്കെ 5 മിനിറ്റ് മതി. അതൊന്നും 10 മിനിറ്റ് ഒന്നും വേണ്ട. കാരണം 10 മിനിറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ബീട്രൂട്ട് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും. അത് നമ്മുടെ ഗാർഡനിനടുത്ത് തന്നെ പൊമിഗ്രാനൈറ്റ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാട്ടാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഇത് പൊമിഗ്രാനൈറ്റ് എളുപ്പത്തിൽ അതിൻ്റെ കുരുകൾ എടുക്കണേന്ന്. അതിന് നമ്മൾ റൗണ്ടിൽ മേലിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് സെക്ഷൻ കാണാൻ പറ്റും, ഓരോ സെക്ഷൻ. അപ്പോൾ ആ സെക്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്യുക. റോൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എല്ലായിടത്തും ഓൾറെഡി റോൾ ചെയ്ത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. സി ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലെയർ മാത്രമായിട്ട് നമ്മൾ ഓപ്പണായി വരും. ഇത് നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ടാൽ മതി ഇതിലോട്ട്. ഇപ്പം ഇതാണ് എളുപ്പത്തിൽ പൊമഗ്രാനൈറ്റ് നമുക്ക് മുറിച്ച് നമ്മൾ കായലെടുക്കാൻ പറ്റും. ഇപ്പം സാലഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്പിനാച്ച്, അത് ചോപ്പ് ചെയ്ത് ചെറിയ ലീഫ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ലീഫിൻ്റെ തന്നെ അതിൻ്റെ സ്റ്റെമ്മ് മുറിച്ച് ചെറുതായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്യും നമുക്ക് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കും, ബീറ്റ്റൂട്ടും ക്യാരറ്റും. ഒരു കാര്യം കൂടി, ഇതാണ് അവക്കാഡോ. ഇത് എൻ്റെ ഗാർഡനിൽ നിന്നൊന്നുമല്ല, മേടിച്ചാണ്. പ്ലാന്റ് ഉണ്ട്, ഇത് അവരെ ഫ്രൂട്ട് ചെയ്തിട്ടുള്ള ഗാർഡനിൽ അവക്കാഡോ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഇത് നമ്മുടെ ഗാർഡനിലെ പൊമിഗ്രാനൈറ്റ്, ബ്രസൽസ് സ്പ്രൗട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോയിൽ ചെയ്ത് ചെറുതായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്താണ്. അതുപോലെ തന്നെ ബ്രൊക്കോളി അങ്ങനെ തന്നെ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ എല്ലാം കൂടി കുറച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഉച്ചയ്ക്ക് ജോലിക്ക് പോകുമ്പം ലഞ്ചിന് ഫിഷിൻ്റെ കൂടെ ചെയ്യാം, ചിക്കൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ബീട്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്ത ആ ബീട്രൂട്ടിൻ്റെ മേളിൽ കുറച്ച് ചെറിയ ബീട്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തിരിച്ച് നമ്മൾ ഗാർഡനിലേക്ക് തന്നെ നടാൻ വേണ്ടി പോകുന്നതിന്. ചിക്കൻ പെപ്പറും ടേമറിക്കൊക്കെ ഇട്ട് ചിക്കൻ പാത്രത്തിലാക്കിയിട്ടുണ്ട്. സി ഇതിലോട്ട് റോസ്മേരി, ചില്ലി, കറി ലീവ്സ്, പാർസ്ലി. അപ്പം എല്ലാം മിക്സ് ചെയ്ത് ഇനി ഓൺ ചെയ്യാം. റെഡി. ഇനി ഓൺ ചെയ്ത് അതിൻ്റെ മേലിലോട്ട് നമ്മൾ ഈ ഹോളെല്ലാം ഇതൊന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇതിലൂടെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമ്മുടെ ബ്രസൽസ് സ്പ്രൗട്ടാണ് അത് അതിൻ്റെ മേളിലേക്ക് ഇടും. തൊട്ടടുത്ത് തന്നെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഓൾറെഡി ചൂടാക്കിയിട്ടുണ്ട്. അതിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ കുറച്ച് ഒഴിക്കുക. നമ്മളിടുന്നത് കോളിഫ്ലവർ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് കോളിഫ്ലവർ വെച്ച് അടുത്തത് വീണ്ടും ക്യാരറ്റ് സ്പ്രെഡ് ചെയ്തിടുക. സെയിം ക്ലോസ്. ഇത് ചില്ലി ഫ്ലേക്ക് ജസ്റ്റ് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ചെറിയ നമ്മൾ ചില്ലി ഫ്ലേക്ക് ഇട്ടിട്ടുള്ളത്. ഓൾറെഡി ചിക്കൻ വെന്തിട്ടുണ്ട്. വെന്തതിൻ്റെയാണ് ഇതിൻ്റെ ഈ പോട്ടിൻ്റെ വിസിൽ കിടന്ന് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനത്തെ പോട്ടാണെങ്കിൽ ഇത് കുറക്കുക. വെന്ത് പോയി കഴിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തായാലും അത് ഉള്ളി ചെയ്തിട്ടാണല്ലോ സാലഡിൽ.
ഇത് നമ്മൾ ഫേവറേറ്റ് ഡിഷല്ല ഇത് ശരിക്കും. നമുക്കിപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇത് ഇറ്റ്സ് നോട്ട് എ ഫേവറേറ്റ് ഡിഷ് ഫോർ യു, അതിനതെ. പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് വെച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ പണിയെടുത്ത് ടയേർഡായി ഇരിക്കാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ സമയം യൂട്ടിലൈസ് ചെയ്യും ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കില്ല, നമ്മുടെ ചോറും കറിയിലോട്ട് പോകും. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ മാക്സിമം ഫോഴ്സ് ചെയ്യുന്നതാണ്. കാര്യം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ടൈമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് നിങ്ങൾ കഴിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ജോലി ചെയ്ത് ടയർഡാകുമ്പോൾ നമ്മൾ കാര്യം ഇതിൻ്റെ കുറച്ച് ടേസ്റ്റ് കുറവ് നമ്മൾ നാടൻ രുചിയൊക്കെ വിട്ടിട്ട് നമ്മൾ ഇതങ്ങ് കഴിച്ചു പോകും. അങ്ങനെ നമ്മൾ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അത് നേരെ എടുത്ത് ഫ്രൈ പാനിലിടുക. ആ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ഇതിലിറങ്ങിയിട്ട് ചിക്കനും വെന്ത് ചിക്കന് ബീറ്റ്റൂട്ടിൻ്റെ വെള്ളവും കിട്ടി, ഒന്നും വേസ്റ്റ് ആയില്ല. അപ്പോൾ നമ്മൾ ഈ കുക്കിങ്ങിലൂടെ നമ്മൾ ഒരു ക്വാളിറ്റി അതിൻ്റെ വെള്ളവും വേസ്റ്റ് ആവില്ല. ആ വെള്ളം ചിക്കന് കിട്ടി, ചിക്കൻ്റെ വെള്ളം എല്ലാ വെജിറ്റബിളിലും ആ ചെറിയൊരു ചിക്കൻ്റെ ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സാലഡ്. ഞാൻ ആ സാലഡ് മിക്സ് ചെയ്ത് തരുമ്പോൾ ഞങ്ങൾ കാട്ടിത്തരാം. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചിലേക്ക് വേണ്ടിയുള്ള ഇതാണ് ലഞ്ചിൻ്റെ ബൗള്. ഒരു മീഡിയം സൈസ് ബൗളാണ്. അതിൽ ഞാൻ എൻ്റെ ലഞ്ച് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് കാട്ടിത്തരാം. ആദ്യമേ തന്നെ നമ്മൾ ഒരു 2-3 ബ്രൊക്കോളി, അത് കഴിഞ്ഞ് കോളിഫ്ലവർ വെയിറ്റ് ഉള്ളത് ആദ്യം അടിയിലേക്ക് ഇടുക. വൈ? ബിക്കോസ് നമ്മൾ ലീഫ് ഇട്ട് കഴിഞ്ഞാൽ ലീഫ് ചതഞ്ഞായതായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രസൽസ് സ്പ്രൗട്ട്, ക്യാരറ്റ്, ബീറ്റ്റൂട്ടിൻ്റെ ലീഫിൻ്റെ സ്റ്റെം, അതും കുറച്ച്, നേരെ ചിക്കൻ, നേരത്തെ കാണിച്ച പോലെ ചിക്കൻ അത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കും, ചിക്കൻ ഇടുക. പിന്നെ ഇത് അവക്കാഡോ. നോർമലി ഞാൻ അവക്കാഡോ ഇവിടെ വെച്ച് ഇടാറില്ല. ഞാൻ വർക്ക് പ്ലേസിൽ ചെന്നിട്ട് അവിടെ വെച്ച് മുറിച്ചിടാനാണ് പതിവ്. പക്ഷെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാട്ടാൻ ഞാൻ മുറിച്ചിരുന്നില്ല. അവക്കാഡോ ഇടുക, കുക്കുംബർ, ബീറ്റ്റൂട്ട് ലീവ്സ്, അത് കഴിഞ്ഞിട്ട് ഒലിവ്. ദാറ്റ്സ് യുവർ ലഞ്ച്. സോ ഇതിൽ ഒരു മോർ ദാൻ ഹാഫ് ഫ്രം അവർ ബാക്ക് യാർഡ്. സോ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഹെൽത്തി ലഞ്ച് പ്രിപ്പയർ ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമ്മൾ മാക്സിമം നമ്മളെ തന്നെ പുഷ് ചെയ്യാം. നമ്മൾ വെൻ ഗെറ്റിംഗ് ഓൾഡർ ട്രൈ ടു ബി ബാലൻസ് വിത്ത് അവർ നോർമൽ ഫുഡ് ആൻഡ് വിത്ത് എ ഹെൽത്തി ഡയറ്റ്. ഒന്നുകൂടി നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് നമുക്കൊരു ഡെസേർട്ട് പോലെ വേണ്ടേ, അതിനാണ് നമ്മൾ ഓറഞ്ച് മാൻഡ്രിൻ. സോ ഇതൊരു 2 കയ്യിൽ വയ്ക്കുക. 2 അല്ലിയല്ല, 2 ഓറഞ്ച്. നോർമലി ഞാനൊരു 3-4 ഓറഞ്ച് കൊണ്ടുപോകും. അത് ടൈമിൽ ഹാർവസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. If you have apple in your backyard, apple will be also be there because depends on what variety you plant. So pink lady apple ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റും. So best of luck. Thank you for watching. Take care. Look after yourself.